ഞാനിന്ന് നമ്മുടെ സ്പ്ലെൻഡറിന് വെക്കാൻ വേണ്ടി ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ വാങ്ങിച്ചു. അത്ര വലിയ കമ്പനി സാധനമൊന്നും അല്ല കേട്ടോ. ഞാനിന്ന് മൊബൈൽ ഷോപ്പിൽ പോയപ്പോൾ യാദൃശ്ചികമായിട്ട് കണ്ടുകൊണ്ട് പറഞ്ഞാൽ വാങ്ങിച്ചതാണ്. നമുക്ക് പിന്നെ ഇത് ഈസി ആയിട്ട് വണ്ടിയിലേക്ക് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. നട്ടോ ബോൾട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു സാധനം തിരിച്ചു പിടിപ്പിക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല. ഈ രണ്ട് സൈഡിലെ സാധനം ഇങ്ങനെ പ്രസ് ചെയ്യാൻ നേരത്ത് ഇതിങ്ങനെ വികസിച്ച് വരും. എന്നിട്ട് ഫോൺ വെച്ചിട്ട് ഈ നടുക്ക് കാണുന്ന ഈ സ്ക്വയറിൽ അങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് ലോക്കായിട്ട് ഫോൺ അതിൻ്റെ അകത്തിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല. അത് നമുക്ക് റൈഡ് പോകുമ്പോൾ ഇത് യൂസ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു റൈഡ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ പറയാം കേട്ടോ. ഇതിനധികം പ്രൈസൊന്നും ഇല്ല കേട്ടോ. ഇതിനാകെ ഒരു 300 രൂപ വരുന്നുള്ളൂ. 200 രൂപക്ക് മേലെ വരുമ്പോൾ ഒരു മെറ്റലിൻ്റെ ഫോൺ ഹോൾഡറൊക്കെ ഉണ്ട്. അത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഒടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ നമുക്ക് ഇതുപോലത്തെ ഫൈബറിൻ്റെ കിട്ടണമെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഈ ഫൈബറിനൊന്ന് വെച്ച് നോക്കാമെന്ന് കരുതി മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയില്ല, അത് യൂസ് ചെയ്ത് നോക്കണം. ഇതുപോലെ നമുക്കൊരു സാധനം തിരിച്ച് വേണം ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ കൂടെ 2 റബ്ബർ വാഷറും കിട്ടും. പിന്നെ അത് ടൈറ്റ് ചെയ്യാനുള്ള ഒരു നട്ടും കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ബൈക്കിലേക്കൊന്ന് പിടിപ്പിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഇതാണ് കേട്ടോ ബൈക്കിൽ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. ഞാനിത് കീ ഹോൾഡറിൻ്റെ അങ്ങോട്ട് വെക്കാനൊക്കെ നോക്കി, പക്ഷേ ഇത് ടൈറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മുകളിൽ തന്നെ മിററിൻ്റെ ഭാഗത്തായിട്ട് തന്നെ വെക്കാൻ ഓർത്തു. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.